ഗ്ലോക്കോമ പണ്ട് കാലത്തും ഉണ്ട്, പക്ഷെ ഇപ്പം കൂടുതലായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിമിരം നമുക്കൊരു കണ്ണിന്റെ ലെൻസില് അത് അതാര്യമാവുന്നതിന്റെ ഭാഗമായിട്ട് പ്രായത്തിന്റെ ഭാഗമായിട്ടും ഇഞ്ചുറീസ് ഏത് പ്രായത്തിലും ഉണ്ടാകും. അത് കാരണം നമ്മൾ ഉണ്ടാകുന്ന ലെൻസിനെ മാറ്റി പുതിയ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ തിമിരം ക്ലിയർ ആയി പുതിയ പഴയ കാഴ്ച തന്നെ തിരിച്ചു കിട്ടും. തിമിരം കൊണ്ടുണ്ടായ കാഴ്ചക്കുറവെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഈ ഗ്ലോക്കോമ എന്ന അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും അതിന്റെ തുടക്ക സമയത്ത് ഒരിക്കലും പേഷ്യന്റിന് അതിന്റെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. 2 ടൈപ്പിലുള്ള ഗ്ലോക്കോമയുണ്ട്. അതിൽ ഒരു ടൈപ്പില് ഒരു കാരണവശാലും സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. സ്ലോലി പേഷ്യന്റിന്റെ പെരിഫറൽ വിഷൻ വശങ്ങളുള്ള കാഴ്ചയാണ് കൂടുതൽ നഷ്ടപ്പെടുന്നത്. തിമിരം നേരെ മറിച്ചാണ്. നമുക്ക് സെൻട്രൽ വിഷനെ കൂടുതൽ ബാധിക്കുന്നത് പേഷ്യന്റ് പെട്ടെന്ന് മനസ്സിലാവും. ഒരിക്കലും ഗ്ലോക്കോമ എന്ന അസുഖത്തില് പേഷ്യന്റിന് ഡെയിലി ആക്ടിവിറ്റീസ് വലിയ പ്രശ്നങ്ങളില്ലാത്തിടത്തോളം അവരത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അത് കൂടുതലും ഡിറ്റക്ട് ചെയ്യുന്നതിന് ലേറ്റ് സ്റ്റേജിലായിരിക്കും കൂടുതൽ കേസസും ഡിറ്റക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെ ഒരു റുട്ടീനായിട്ട് ചെക്ക് ചെയ്യുന്നവരായിരിക്കും. ഇയർലി ഒരു 40 കഴിഞ്ഞ എല്ലാ വർഷവും ചെക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കണ്ടെത്താൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. നേരത്തെ അത് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാല് കണ്ണിന്റെ ഉള്ളില് കണ്ണിന്റെ മർദ്ദം കൂടുന്നതനുസരിച്ച് കണ്ണിലൊരു മർദ്ദമുണ്ട്, BP അല്ല, കണ്ണിനൊരു മർദ്ദമുണ്ട്. ആ മർദ്ദം കൂടുന്നതനുസരിച്ച് കണ്ണിലെ ഒപ്റ്റിക് നെർവിനുണ്ടാവുന്ന ഡാമേജ് ആണ്.